പ്രിയമുള്ളവരെ, വചനജ്വാല 1198 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 11 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം വചന വായനയിൽ ജോബിന്റെ പുസ്തകം 31 അധ്യായം 29 മുതൽ 40 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എന്നെ വെറുക്കുന്നവന്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ, അവന്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ, അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്ന് അവന്റെ കൂടാരത്തിലെ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ, പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കനെ ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എൻ്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് ഞാൻ മറച്ചു വെച്ചെങ്കിൽ, ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദ്വേഷത്തിൽ ഭീതി തോന്നുകയും ചെയ്ത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഇതാ എൻ്റെ കയ്യൊപ്പ്. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എൻ്റെ ശത്രു എനിക്കെതിരെ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു. കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. എൻ്റെ പ്രവൃത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു. രാജകുമാരനെ പോലെ ഞാൻ അവിടുത്തെ സമീപിക്കുമായിരുന്നു. എൻ്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ ഉഴവുചാലുകൾ ഒന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉടമസ്ഥരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഗോതമ്പിന് പകരം മുള്ളുകളും ബാർലിക്ക് പകരം കളകളും വളരട്ടെ. ജോബിന്റെ വാക്കുകളുടെ പരിസമാപ്തി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവായ വിശുദ്ധ ഡമാസൂസ് പാപ്പായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 305 ജനിച്ച ഡമാസൂസ് പാപ്പയുടെ ജന്മദേശം റോമാണെന്നും സ്പെയിനാണെന്നും പറയപ്പെടുന്നു. പിതാവ് തൻ്റെ ഭാര്യയുടെ മരണശേഷമോ സമ്മതത്തോടെയോ പുരോഹിതനായി വിശുദ്ധ ലോറൻസിന്റെ ദേവാലയത്തിൽ വികാരിയായി. ഡമാസൂസ് ആ ദേവാലയത്തിൽ ഡീക്കനായി, പിന്നീട് പുരോഹിതനായി. ലിബേരിയൂസ് മാർപ്പാപ്പയോടൊപ്പം ജീവിക്കുകയും വിപ്രവാസം അനുഭവിക്കുകയും ചെയ്തു. ലിബേരിയൂസിന്റെ മരണശേഷം ഡമാസൂസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. ഉർബീസൂസു എന്നൊരു ഡീക്കനെ എതിർപ്പാപ്പായെ ഉയർത്തി ചില തർക്കങ്ങളും ആരിനിസവും അപ്പോളിനാരിയും മറ്റ് പാഷണ്ഡതകളും ഒരു വെല്ലുവിളിയായിരുന്നു. ഡമാസൂസിന്റെ ഭരണകാലത്താണ് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കിയത്. ആന്റിപോപ്പ് ഉർബുനീസ് 12 കൊല്ലം സഭാഭരണത്തെ ദ്രോഹിച്ചു എങ്കിലും റോമാ സഭയുടെ ഖ്യാതി അത്യന്തം വർദ്ധിച്ചു. പല രക്തസാക്ഷികളുടെയും ശവകുടീരങ്ങൾ അലങ്കരിക്കുകയും കവിതാരൂപത്തിലുള്ള ശിലാലിഖിതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു.
18 വർഷവും 2 മാസവും പേപ്പൽ സിംഹാസനം അലങ്കരിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ വിശുദ്ധ ഡമാസുസു പാപ്പയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.